ഷീജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചക്ക എലിശ്ശേരി കൂട്ടാൻ ഉണ്ടാക്കാം. തന്നെ ഇതുപോലെ പാത്രത്തിലിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മയുടെ ഒരു ഫേവറേറ്റാണ് ഇതുപോലെ കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക ചുള പറിച്ചെടുത്ത് നന്നാക്കി കഴുകി നുറുക്കി ചക്കക്കൂര അടക്കം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി നാളികേരം മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, 3-4 കാന്താരി മുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം ഇട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ചിട്ടുള്ള അരപ്പയിലിട്ട് കൊടുത്ത് മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്താൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ആ സമയത്ത് തന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതൊരു പുളിയുള്ള ചക്കയായിരുന്നു. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കാച്ചാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക്, മുഴുവൻമുളക്, കറിവേപ്പിനിലിട്ട് മൂത്ത് വന്നപ്പോൾ 2-3 സ്പൂണ് നാളികേരം ചിരകിതിട്ട് കൊടുത്ത് മൂത്ത് വന്നപ്പോൾ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇത് നല്ല ടേസ്റ്റുള്ള ചക്കക്കൂട്ടാനാണ്. എല്ലാം ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.